ഹായ് അസ്സാം വലൈക്കും. ഞാൻ അമീറ. ഞാൻ ഇതുപോലെ കുറേ ദിവസമായി ഈ ഒരു വീഡിയോയ്ക്ക് വന്നിട്ട് അപ്പോൾ കുറച്ചൊരു തിരക്കായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മേക്കപ്പിൻ്റെ ഒന്നും വീഡിയോ അല്ല കേട്ടോ. ഞാൻ ഇന്ന് മോളുടെ ഒരു ഹെയറിൽ ഒരു കുഞ്ഞൊരു ഹെയർ സ്റ്റൈലിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവളും ഹെയർ ഭയങ്കര തിന്നായതുകൊണ്ട് എനിക്ക് വിചാരിച്ചത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പാവം മോളും നല്ലോണം സപ്പോർട്ട് ചെയ്തു. കാരണം അവൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ അവളെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഹെയർ സ്റ്റൈലിങ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണുക. പിന്നെ എൻ്റെ പ്രൊഫഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഐ എം എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ഒരു ബിഗ് ഡേറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളുടെ ഇൻസ്റ്റാ ഐ ഡിയിൽ മേക്കപ്പ് ബൈ അമീറ എന്നുള്ള ഇൻസ്റ്റാ ഐ ഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ആക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മലപ്പുറം നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബിഗ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് ആക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഗേസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എൻ്റെ മോള് മൈഷ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞാൻ അവളെ ഹെയറിൻ്റെ 2 പാർട്ടായിട്ടെടുത്തു. സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് മുടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷൈനിങ് സ്പ്രേ വെച്ചിട്ടും അതേപോലെ ജസ്റ്റ് ഒന്ന് ക്രീംബർ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തിരുന്നു. കാരണം അത്രയും തിന്നായിട്ടുള്ള ഹെയർ ആട്ടോ അവളിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു ഹെയർ സ്റ്റൈൽ അവൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വിചാരിച്ചത് ഈസി വാട്ടർഫോളിൻ്റെ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. പക്ഷെ അവളെ ഫ്രണ്ടിലത്തെ ഹെയർ വളരെ തിന്നായിട്ടും അതായത് ഷോർട്ട് ആയതിനാൽ എനിക്ക് അവളെ ഫ്രണ്ടിലത്തെ ഹെയർ എടുത്തിട്ട് എനിക്ക് ആ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിട്ടോ. വേറൊരു കുഞ്ഞി കട്ടായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്യുന്ന റബ്ബർ ഇതാണ്. ഇതിലുള്ള ഈ കുഞ്ഞു റബ്ബേഴ്സാണ്. അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഓരോ സൈഡിലും വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതും സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ചെയ്യുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാകും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യാം. ഒരുപോലത്തെ ലൈൻസിൽ തന്നെ നമ്മൾ ഹെയർ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ മക്കൾ ഹെയർ ചില കുഞ്ഞു ബേബി ഹെയർസൊക്കെ വളർന്നു വരുന്നൊരു സമയമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഇറ്റ്സ് ഓക്കെ. നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് റബ്ബർ ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് വെക്കാം. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾ കെട്ടിയാത് ആ പോർഷന് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ വലിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒരു സെറ്റായിട്ട് നിൽക്കാനും അതൊരു വേറൊരു ഭംഗിയായിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ താഴോട്ടിടുക. എന്നിട്ടാണ് നമ്മൾ അടുത്ത ഒരു പാർട്ട് എടുത്തിട്ട് നമ്മൾ റബ്ബർ ഇടുന്നത്. അതാണ് അതിൻ്റെ ഈസി ഹെയർ വാട്ടർഫാളിൻ്റെ ഡിസൈനിങ്ങും അത് തന്നെയാണ്. പക്ഷേ അതിന് മക്കൾക്ക് ഒന്നും കൂടി ഇത്തിരി ലെങ്ത് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നമുക്ക് കണ്ടുവെക്കാം.
ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ ആ പാട്ടത്തെ ഒരു ഭാഗവും അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സെക്ഷനിലെ രണ്ട് ഭാഗത്ത് അതൊരു ജോയിൻ്റ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചൊരു പാട്ട് വിട്ടിട്ട് വീണ്ടും നമ്മളിതുപോലെ ടൈറ്റൻ ചെയ്തിട്ട് റബ്ബർ ഇടാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും കുഞ്ഞു ബോൾ ഉണ്ടാവുമല്ലോ, അതേ നമ്മൾ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ബട്ടർഫ്ലൈ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത മറ്റേ കുഞ്ഞ് ക്ലിപ്പുകളുണ്ടാവുമല്ലോ, അത് ഞാൻ ഈ ഓരോ ഭാഗത്ത് ഇങ്ങനെ ആ റബ്ബറിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ നമ്മൾ ഫ്രീ ആക്കി വിട്ടിട്ടുള്ള ഹെയർ ഉണ്ടല്ലോ അവിടെ കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് ക്ലിപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ടോട്ടലി ഇങ്ങനെ ഒരു ലുക്ക്, അതായത് നമ്മൾക്ക് കൂടുതൽ ഹെയർ ഇല്ലാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അയച്ചിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, അവർക്കൊരു ഹെയർ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ സ്റ്റൈലിങ് കഴിഞ്ഞതിന് ശേഷം അവളെ തന്നെ ഒന്ന് നോക്കി ഫ്രണ്ടത്തെ ബേബി ഹെയർസൊക്കെ ഒന്ന് ഫ്രണ്ടൊക്കെ ഇട്ടൊന്ന് സ്റ്റൈലാക്കുകയാണ്. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഒറ്റയ്ക്ക് കൺമഷീഡ് ഐലൈനർ ഇടുക എന്നുള്ളത്. അപ്പോൾ ഞാനും ഇടയ്ക്ക് അവളെ കൊണ്ട് ഞാൻ ഐലൈനർ ഇടിപ്പിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന പോലെ കോർണറിൽ നിന്നല്ല കേട്ടോ അവൾ വരയ്ക്കൽ. അവൾ മറ്റേ വാലിട്ട് എഴുതല്ലോ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാലിട്ട് എഴുതാൻ. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ സിമ്പിളായിട്ടൊന്ന് ഒരു ചിലപ്പോൾ അവൾ വരയ്ക്കുമ്പോൾ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴോട്ടൊക്കെ ആകും. എന്നാലും എനിക്കിഷ്ടമാണ് അവൾ വരയ്ക്കുന്നത്. കാരണം അവൾ നല്ല സിമ്പിളാക്കിയിട്ട് നല്ല നൈസാക്കിയിട്ട് അവൾ ഐലൈനർ എഴുതി തരും. അപ്പോൾ ഞങ്ങളെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കണ്ടോ, ജസ്റ്റ് ഒന്ന് തിരിച്ച് അവൾക്ക് കംഫർട്ട് ആവോളം അവൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് നോക്കും. അപ്പോൾ നല്ലപോലെ തന്നെ അവൾ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഈ കുഞ്ഞ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾക്കും ഭയങ്കര ത്രില്ലാട്ടോ മേക്കപ്പിനോട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോസുമായി ഇനിയും കാണാം. ഓക്കെ, ബൈ.